ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമെന്ന് പറയേണ്ടി വരും. ഹോർമിസ് കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകൾ പുറത്തിറക്കാനാകാതെ ലോകരാജ്യങ്ങൾ തരിച്ചു നിൽക്കുമ്പോൾ, എണ്ണ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾക്ക് പോകാൻ അനുമതി നൽകി ഇറാൻ. ആ കപ്പലുകളിൽ ഒന്ന് ഇന്നലെ മുംബൈ തീരം തൊടുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ 2 കപ്പലുകളായ പരിമൾ, പുഷ്പ എന്നിവ കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തി ക്രൂഡ് ഓയിൽ ഇറക്കി തുടങ്ങിയിരിക്കുന്നു. 1.35 ദശലക്ഷം ബാരലാണ് ഈ 2 കപ്പലുകളിലായി ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ 38ഓളം കപ്പലുകളാണ് ഹോർമിസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് പുറത്തെത്തിക്കുവാനും സുഗമമായി ഈ ഇന്ധന കടത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനും, അതായത് ചരക്ക് നീക്കത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാനും ഇന്ത്യ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി വരികയായിരുന്നു. ഇത് പതിറ്റാണ്ടുകൾ നീളുന്ന സൗഹൃദത്തിന്റെ പ്രതീകമാണ് എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അതായത് ഇന്ത്യക്കാണ് ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഉത്തരവ് ലഭിച്ചതായിട്ടും കൂടി ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇനി മുതൽ ഈ ഹോർമിസ് കടലിടുക്കിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ, അതായത് ഗ്യാസും മറ്റുമൊക്കെ എത്തിക്കാനായിട്ട് പോകുന്ന കപ്പലുകൾക്ക് അകമ്പടി സേവിച്ച ഇന്ത്യൻ നാവികസേനയും ഒപ്പം ഉണ്ടാകും. ഏതായാലും ഇറാൻ അമേരിക്കയും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കുമെല്ലാം അവരുടെ കപ്പലുകൾക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്കായിട്ട് ഈ വാതിലുകൾ തുറന്നിടുകയും ഇന്ത്യൻ കപ്പലുകൾ എത്തുകയും ചെയ്തത്. നിലവിൽ 150-ൽ പരം കപ്പലുകളാണ് ഹോർമിസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 കോടിയിൽ അധികം ബാർ ക്രൂഡ് ഓയിലും അവിടെ കിടക്കുന്നു. ഒപ്പം തന്നെ പാചകവാതകം നിറച്ച ഷിപ്പുകളും മറ്റുമുണ്ട്. ഇത് പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് ഇപ്പോഴുള്ള ഈ പാചകവാതകം അടക്കമുള്ളവയുടെ പ്രതിസന്ധി ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രം കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.